ടോംസിന്റെ ഒക്കെ പ്രകടനം ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞാല് ഇതൊന്നും അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാർട്ടൂൺ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇതുപോലെയുള്ള പെർഫോമൻസിന് വരുന്നത്. ഞാനൊരു പെർഫോമർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് കാർട്ടൂൺ വരെയും ഇതൊക്കെ ഒളിച്ചിരുന്ന് രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനേ എനിക്ക് അറിയത്തില്ല. ഇതൊന്നും അറിയാൻ മേല എന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കാർട്ടൂൺ കണ്ടെത്തുന്ന വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല, അതിന്റെ ട്രേഡ് സീക്രട്ടാണ്, അതുകൊണ്ട് അതും പറയുന്നില്ല. പിന്നെ ഒന്ന് ഈ കാർട്ടൂൺ സ്കോപ്പ് എന്ന പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. അത് വന്നതിന് ശേഷം ഇപ്പോ ചോദ്യം ചോദിച്ചാൽ പറയാം എന്നല്ലാതെ ചുമ്മാ പറയാനൊന്നും എന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് അങ്ങനെ തയ്യാറുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്റെ ഒരു കുറവാണെന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. കൂടുതൽ കാലഘട്ടപ്പെട്ട അച്യുതാനന്ദനെ ഉപയോഗിച്ച് ഈ നേതാവിനെ വരയ്ക്കാനായിട്ട് എനിക്കൊരു നല്ല മാതൃക ആവശ്യമായിരുന്നു. പക്ഷെ ഞാൻ പോകുന്ന വഴിയൊക്കെ കാണാൻ പല വ്യക്തികളെ നേതാക്കന്മാരെയൊക്കെ നോക്കും. പക്ഷെ എല്ലാ കാപട്യങ്ങളും കുടിലതകളും ചതി മനുഷ്യനെയൊക്കെ നിറഞ്ഞ ഒരു മുഖം എനിക്ക് അവർക്കൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ അതൊക്കെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. കാലങ്ങളായി എനിക്കറിയാവുന്ന നമ്മുടെ കുറെ നേതാക്കന്മാരുടെ ഓരോരോ അവയവങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു മനുഷ്യന് രൂപം കൊടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ നേതാവിന്റെ രൂപം കൊടുത്തത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം. ആരുടെയൊക്കെ ഓരോരോ അവയവമാണ്. എത്ര പേരുണ്ട്? എത്ര എണ്ണമുണ്ട്? എത്ര പേരുടെ? കൊണ്ട് കുറവാണ്. രണ്ടും കൂടി ഇരുന്നാലേ ഇത് സി.എൻ. സ്റ്റീഫന്റെ നെറ്റി പുലിയവും ശകരി പുറവ പുലിയാണ് സി.എൻ. സ്റ്റീഫന്റെ. ഇത് സി കേശവന്റെ മൂക്ക്. ഇന്ന് നോക്കിക്കോണം ഈ സി കേശവന്റെ മൂക്ക്. പി.ടി. ചാക്കോയുടെ മീശ, കെ എം മാണിയുടെ മീശ. കരുണാകരന്റെ പല്ല്, പനമ്പള്ളി പോകുന്നവന്റെ കഴിച്ച ചുണ്ട്, അച്യുതാനന്ദന്റെ താടി, വയലാർ രവിയുടെ കീഴ്ത്താടി, പിന്നെ ആർ ശങ്കറിന്റെ കുട്ടി തലമുടി, ഇത്രയും കൂടെ ചേർന്നപ്പോ മൊത്തമുള്ള കണ്ണാടി ഒരു പെരുക്കള്ളന്റെ ലക്ഷണമാണ്.
സത്യം പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വമല്ല. നേരെ എനിക്ക് അങ്ങനെ ബന്ധിക്കണമെന്നോ കളിയാക്കണമെന്നില്ലായിരുന്നു. വീട്ടിലെങ്ങനെയാണ് ഇപ്പോഴും ഈ നേതാവാണ് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇല്ല. അപ്പൊ അദ്ദേഹത്തെ സംസാരിപ്പിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം ഒരു കടമയാണ്. അപ്പം എന്തെങ്കിലും ഇല്ലെങ്കിൽ അദ്ദേഹം നാക്കുകൊണ്ട് സംസാരിക്കില്ലെങ്കിൽ വിരലുകൊണ്ടുള്ള ആക്ടിവിറ്റി ഈ പേപ്പറിലുണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ വേണം പ്രോത്സാഹിപ്പിക്കാൻ. ഇനി എന്തെങ്കിലും പടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന പടം വരയ്ക്കാമോ എന്ന് ചോദിച്ചാലെങ്കിലും അദ്ദേഹം വരച്ചെന്നിരിക്കും. സ്വതേ നാണം കുടുങ്ങി ആണ് എന്ന് പറയുന്ന രാജീവ് നായരെ നമുക്ക് ആ നാണം മാറ്റണം. അത് എന്റെ ഗുരു എന്ന് പറയുന്ന അരവിന്ദനാണ്. അദ്ദേഹം ഇതുവരെ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കണ്ടാണ് ഞാൻ ആ ഒരു ലൈൻ സ്വീകരിച്ചത്. അതിന് പേരാണ് നമ്മള്. അപ്പൊ നമ്മുടെ ആ മുഖശ്രീ ഒന്ന് നല്ലൊരു റെഡിയായി കഴിഞ്ഞു. വന്നാണോ? പൂന്താനം ഇല്ലാത്തയാൾ എന്നായിരുന്നു. ഇവിടെ സുധാകരനുണ്ട്. സുധാകരനെ കൂടെ വരയ്ക്കാം. നാളെ പൂർണ്ണമാകും. ഡൈ ചെയ്യാൻ മഷി കുറവായതുകൊണ്ട് ഡൈ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഇതാദ്യം കാണിക്കുന്നു പൂന്താനം ഇല്ലാത്തയാൾ. ഒരു ചെറിയ നമ്പർ ഇട്ടിട്ട് ഇതിനെ പൂന്താനം ഉള്ളയാൾ ആക്കുന്ന ഒരു വിധിയായിരുന്നു അവിടെ കാണിച്ചത്. ഒരു ചുഴിപ്പിട്ടിട്ട് പൂന്താനം ഇല്ലത്തയാൾ എന്നായി. അപ്പൊ ഇത് വാക്കുകൾ കാർട്ടൂണിൽ വാക്കുകൾ വളരെ അപൂർവമായി വളരെ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ എന്നൊരു പാഠമുണ്ട്. കൂടുതൽ വാചകം പഠിച്ചു കഴിഞ്ഞാൽ കാർട്ടൂൺ അല്ലാതെയാവും. അവിടെ ഒരു ചെറിയ സൂത്രപ്പണിയുണ്ട്. ഇല്ലാത്ത പൂന്താനത്തിനെ ഉണ്ടാക്കി. അതായത് സുധാകരൻ അവിടെ ഒന്ന് മറിഞ്ഞു. തലേദിവസം അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ച സുധാകരന് പിറ്റേന്ന് പറഞ്ഞാലല്ല പൂന്താനം ജീവിച്ചിരുന്നു. അപ്പൊ ഇല്ലത്തെ എന്നാക്കുന്നത് സുധാകരനാണ്. ഇങ്ങനെ ചെയ്തു തരണം. ജ്യോതി ബസുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ ക്യാപിറ്റലിസം അതാണല്ലോ മുതലാളിത്തം എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിസം ഇല്ലാതെ നമുക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഒരാൾ പറയുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു സാധാരണ ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ പറയുന്ന പോലല്ല. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു പറയുന്നു. അപ്പൊ അതിന്റെ ഒരു രസകരമായ ഒരു സംഭവം അതിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ വരച്ച ഒരു കാർട്ടൂൺ ഇങ്ങനെയായിരുന്നു. CPIM ആദ്യം, പിന്നീട് അത് ഈ CPIM എന്ന് പറയുന്ന ഒരു വലിയ പെട്ടിക്ക് മുകളിൽ കിടന്ന് ഉറങ്ങുന്ന കാരാട്ട്. ജ്യോതി ബസു അവിടേക്ക് ഒരു ബ്രഷുമായിട്ട് വന്നിട്ട് അവിടെ മുഴുവൻ അക്ഷരങ്ങൾ എഴുതി നിറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ CA വന്നു, I വന്നു, ഇതാണ് ആ കാർട്ടൂണാക്കിയത്. അപ്പൊ ഇത് ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഇത് രണ്ടും തമ്മിൽ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗൂരിലെ കാറിന്റെയോ അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ആ ഇഴചേർന്ന ഒരു പ്രണയം നമുക്ക് വേണമെന്നൊരു വിമർശന വിഷയമാക്കാം.